ആദ്യം ഞാൻ CPI പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ ബേബി കാസ്ട്രോ, ഇന്നിപ്പോൾ LDF കൺവീനറുടെ പ്രതികരണം വന്നിരിക്കുന്നു, ചർച്ചയുണ്ടാകും എന്നുള്ളത്. പക്ഷേ ആ ചർച്ച എന്നുള്ളത് CPI ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. നിങ്ങളെ അനുനയിപ്പിച്ച് ഇപ്പോൾ LDF-ൽ വിമത ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നത് നിങ്ങളെ അനുനയിപ്പിക്കാനുള്ള ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഇത് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ബിനോയ് വിശ്വം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഭാഷയും പിണറായി വിജയൻ്റെ രീതിയുമല്ല TP രാമകൃഷ്ണൻ കാണിച്ചത് എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള തർക്കമല്ല. CPM-ഉം CPI-യും ദേശീയ തലത്തിലും കേരളത്തിലും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ഇതിൽ ഏതെങ്കിലും വ്യക്തികളെ ആരെങ്കിലും തിരുത്തുക എന്നുള്ളതൊന്നും പാർട്ടി തിരുത്തുക എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമല്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ സ്റ്റാച്ചറുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. 1948 കൽക്കത്ത തീസിസിൻ്റെ കാലത്ത് പാർട്ടിയെ നയിച്ച VT രണിതയ്ക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. PC ജോഷിക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. EMS-ന്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായിട്ടുള്ള സഖാവ് ശ്രീപാദ് അമൃത് നടപടിയെടുത്തിട്ടുണ്ട്. കണ്ടംപററി പൊളിറ്റിക്സിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ VS-ന്റെയും പിണറായിയുടെയും പേരിൽ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CPM നടപടിയെടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം, പാർട്ടിയുടെ രാഷ്ട്രീയത്തിനും നയത്തിനുമാണ്. CPI സംബന്ധിച്ചിടത്തോളം ഇതൊരു പദവിയുടെ വിഷയമല്ല. ഒരു കാലത്തും പദവിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള പാർട്ടിയുമല്ല CPI, രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ്. LDF എന്നത് CPI-യുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ നേതാവ് സഖാവ് PKV ഉള്ള സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ LDF ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി ഉണ്ടാക്കാൻ തയ്യാറായ ഞങ്ങൾക്ക് ഒരു ഓഫീസോ വാഹനമോ പേഴ്സണൽ സ്റ്റാഫോ ഒന്നുമില്ലാത്ത ഈ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ പദവിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് കേരളത്തെ കൊണ്ടുനടന്ന LDF-ന്റെ ഭരണം ഉണ്ടായിട്ടും പശ്ചാത്തല സൗകര്യ വികസനത്തിലായാലും വെൽഫെയർ ആക്ടിവിറ്റീസിലായാലും അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിലുമൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഈ സർക്കാർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തെ അഭിമുഖീകരിച്ചു. എന്താണ് ആ പരാജയത്തിന് കാരണമെന്നത് ഞങ്ങളുടെ പാർട്ടികളെല്ലാം CPI-യും CPM-ഉം ഇതര പാർട്ടികളും എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായും എല്ലാം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. CPM-ന്റെ പ്രതികരണങ്ങളൊക്കെ നിങ്ങളും ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമായ കുറച്ച് വീഴ്ചകൾ ഉണ്ടായി, ഭരണ മികവുകൾ എന്തായാലും ആ വീഴ്ചകൾ പരിഹരിക്കണം, തിരുത്തണം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് തിരുത്തേണ്ടത്? തിരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാമത് മുന്നണിക്കകത്തെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ വിഷയമാണ്. പാർട്ടികൾ തമ്മിൽ വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ല. ഗവൺമെൻറ്റും മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വവും പാർട്ടികളുടെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ വേണ്ട രീതിയിലുള്ള കൂടിയാലോചന ഉണ്ടായില്ല. അപ്പോൾ ഇനി ആ രൂപത്തിൽ പോകാൻ കഴിയില്ല. കുറച്ചുകൂടി രാഷ്ട്രീയമായ വീഴ്ചകൾ തിരുത്തണം. മുന്നണിക്കകത്തെ ജനാധിപത്യവും കൂടിയാലോചനകളും ശക്തിപ്പെടുത്തണം. മുന്നണിയുടെ ചുമതലകളും പദവികളും എല്ലാ പാർട്ടികളും കൂടുതൽ ഉത്തരവാദിത്തോടെ വഹിക്കണം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താനല്ല, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് ഉപനേതൃ പദവി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് ഒരു തരത്തിലും LDF-നെ ദുർബലപ്പെടുത്താനല്ല, LDF ഞങ്ങളുടെ കുഞ്ഞാണ്. അതിന് ക്ഷതം വരുത്തുന്ന ഒരു നടപടിയിലേക്കും CPI പോവില്ല, CPM-ഉം പോവില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനകത്ത് ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന പ്രതികരണം ആ പാർട്ടിയുടെ പ്രതികരണമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇന്ന് LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ വളരെ പക്വതയോടെയും ഉചിതമായ നിലയ്ക്കുള്ള പ്രതികരണമാണ് നടത്തിയത്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. അതിനെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Debate with Smriti Parathikkad.